രാഹുലെ, സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നും ചർച്ചയാകുന്ന ഒരു വിഷയമാണ്. സാരി ചുറ്റിയാലും പ്രശ്നമാണ്, ജീൻസ് ഇട്ടാലും പ്രശ്നമാണ്, ഗൗൺ ഇട്ടാലും പ്രശ്നമാണ്, എന്തിട്ടാലും പ്രശ്നമാണ്. ഇപ്പൊ ഹണി റോസിന്റെ വിഷയം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ശരീരഘടന എന്ന് പറയുന്നത് അങ്ങനെയാണ്. അവരെന്തിട്ടാലും അവരുടെ ചില ഭാഗങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ശരീരഘടനയുടേതാണത്. അതിനിപ്പോ അവര് എങ്ങനത്തെ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് നമുക്ക് പറയാൻ വെക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്ന വസ്ത്രങ്ങളെ ധരിക്കാവൂ സ്ത്രീകൾ എന്ന രീതിയിൽ എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യൻ നിയമ സംവിധാനം പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലാത്ത ഒരു വസ്ത്രധാരണവും അവർ നടത്തിയിട്ടില്ല. ശില്പയുടെ തോന്നുന്നത് നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു കോഡ് ഇന്ത്യയിൽ തന്നെ ഇല്ല. നിങ്ങൾ ഇന്ന വസ്ത്രം മാത്രമേ ധരിക്കാവൂ എന്ന് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എങ്ങും പറഞ്ഞു വെച്ചിട്ടില്ല. ആളുകൾ പുതിയതായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുക, നമ്മുടെ സംസ്കാരം അതാണ്. അങ്ങനെയുള്ള സംസ്കാരങ്ങളും നമുക്കില്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോ പല നടിമാരുടെയും എക്സ്പോസിങ് എന്ന രീതിയിൽ ആളുകൾ പറഞ്ഞു വെക്കുന്ന അവരുടെ ക്ലീവേജ് കാണുക, അതല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സുകൾ ഇടുമ്പോ കാല് കാണുക എന്ന് പറയുന്നതാണ്. അതില് ഞാൻ ആലോചിച്ചപ്പോ പണ്ട് കാലത്ത് ഈ പാടത്തു പണിക്ക് പോയിരുന്നവർ ബ്ലൗസും മുണ്ടും ചുറ്റിയിട്ടാണ് പാടത്തു പണിക്ക് ഇറങ്ങുന്നത് ഭൂരിഭാഗം ആളുകൾ. ഒരു കാലഘട്ടം, അതിന് മുൻപ് അതും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു കാലഘട്ടത്തിൽ ബ്ലൗസും മുണ്ടും എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് എത്തി. ഈ ബ്ലൗസും മുണ്ടും ഇടുമ്പോൾ ക്ലീവേജ് കാണാറില്ലേ? അതല്ലെങ്കിൽ കാലിന് താഴോട്ടുള്ള ഭാഗം ഒത്തോടയോ കാണാറില്ലേ? കാണും. അന്നത്തെ ആണുങ്ങൾക്ക് ഇത് കണ്ടിട്ട് ലൈംഗിക ഉത്തേജനം എന്തുകൊണ്ട് ഉണ്ടായില്ല? ഇന്നത്തെ ആളുകൾക്ക് ഇത് ചെറുതായിട്ടൊരു പൊടിക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉത്തേജനം ഉണ്ടാവും. ഇന്നത്തെ കാലത്താണ് ആളുകൾ കൂടുതൽ സംസ്കാരത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. എവിടുന്ന് നിന്നാണ് ഈ സംസ്കാരങ്ങൾ എന്ന് അവർക്കും അറിയില്ല, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് അറിയില്ല. അടുത്ത തലമുറയ്ക്ക് എന്താണ് സംസ്കാരം? നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് സംസ്കാരം. നമ്മൾ ഇതിനു മുമ്പിട്ടുള്ള തലമുറ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരം. അപ്പോൾ ഓരോ തലമുറ കഴിയും തോറും ഇതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതിദത്തമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഇപ്പൊ ഈ ഹണി റോസിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ, ഹണി റോസിന്റെ അമ്മ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ എല്ലാ ഹണി റോസ് ഈ ഷോയ്ക്കെല്ലാം പോകുമ്പോൾ അവർക്ക് ചൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ ചൂസ് ചെയ്യുന്നത് അവരുടെ അമ്മയാണ്. അപ്പോൾ ഒരു മാധ്യമത്തിലും ഇതേ കൂട്ടൊരു വാർത്ത വന്നിട്ടില്ല. ഇവരുടെ പേരിൽ ഇപ്പം ഹണി റോസിന്റെ അമ്മയാണ് ആ വസ്ത്രങ്ങളെല്ലാം അവർക്ക് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അമ്മയുടെ പേര് ഒരു കുറ്റം ഇതുവരെ വന്നിട്ടില്ല. ഇനി അതായിരിക്കും വരിക എന്നുള്ളതാണ്. ഇത് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് അറിയുകയാണെങ്കിൽ, അല്ല, അവരുടെ അമ്മ തന്നെ ഒന്ന് രണ്ട് മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ള വാർത്തയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് എൻ്റെ മോൾക്ക് ഈ ഡ്രസ്സുകളെല്ലാം ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇന്നേ വരെ എന്റെ പേരിലൊരു ഇതും വന്നിട്ടില്ല, കുറ്റം. കുഴപ്പമില്ല, സ്വന്തം മകളാണ്, അവരതിൽ ഓക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ ഡ്രസ്സുകൾ ഇടുമ്പോ പണ്ട് കാലത്ത്, വീണ്ടും പണ്ട് കാലത്തേക്ക് പോകുന്നത് ഇപ്പത്തെ ആളുകളുടെ ഒരു അവസ്ഥ പറഞ്ഞു വെക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുണ്ടും ബ്ലൗസുമായിരുന്നു ഒരു കാഷ്വൽ ആയിട്ടുള്ള എല്ലാവരും ഇട്ടിരുന്ന ഒരു വസ്ത്രം. അവിടെ ഗൗണുകൾ ഇടുന്ന അല്ലെങ്കിൽ ഫുള്ളി ഡ്രസ്ഡ് ആവുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് മോഡേൺ സ്ത്രീകളാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ജീൻസും ഫുള്ളി ഒരു ശരീരഭാഗങ്ങളും കാണാത്ത ടോപ്പുകളും ഇട്ട് വരുമ്പോൾ, അതല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഗൗൺ പോലത്തെ ചുരിദാർ പോലത്തെ ഡ്രസ്സുകൾ എന്ന് പറയുന്നത് മോഡേൺ കാര്യങ്ങളുടെ സിമ്പിൾ ആയിട്ടാണ് മാറിയത്. അത്രയും ഫുള്ളി ഡ്രസ്ഡ് ആവാന്ന് പറയുന്നത് അതാണ് ഫാഷൻ. അന്ന് അവരാണ് കുറ്റക്കാർ. ഇന്ന് ഇവിടെ ചുരിദാർ ഇട്ടവർ നല്ലവരും, അന്നത്തെ കാലത്ത് അവർ ഇട്ടിരുന്ന പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ സമാനമായ ഡ്രസ്സുകൾ ഇടുന്നവർ കുറ്റക്കാരുമായി. പക്ഷേ ഇപ്പോഴും പല ആളുകൾക്ക്, ഇപ്പൊ എന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു ചുരിദാർ ഇട്ട് നടന്നു കഴിഞ്ഞാല് ചില ആളുകൾക്ക് ഇവരെന്ത് കാണിക്കുന്നേ, 90-ാം വയസ്സിലാണോ ചുരിദാർ ഇടുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർക്ക് അതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ രാഹുലിന്റെ അമ്മയെ പോലെ തന്നെ എന്റെ അമ്മയും ഒരു കാലഘട്ടം വരെ, എന്റെ അമ്മ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അവര് ഒരു കാലം വരെ എന്നും സാരി ചുറ്റിയിട്ടാണ് ഓഫീസിലേക്ക് പോവുക. പിന്നീട് ഞങ്ങൾ ദീർഘദൂര യാത്രകൾ പോകുന്ന സമയത്ത് ഒരിക്കലും അമ്മ ചുരിദാർ ഇട്ടു. പിന്നീട് അമ്മയ്ക്ക് അത് കൺവീനിയന്റ് ആയി തോന്നി. കാരണം അതാകുമ്പോൾ അത്രത്തോളം ടെൻഷനുകളില്ല, കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് അമ്മയ്ക്കത്. പിന്നീട് അത് യാത്രകളിൽ മാത്രം അമ്മ ഇടയ്ക്ക് ചുരിദാർ ധരിക്കാൻ തുടങ്ങി. ഇപ്പോൾ അമ്മ സ്ഥിരമായ ചുരിദാറാണ്. ഓഫീസുകളിലേക്കാണെങ്കിലും കല്യാണത്തിന് അമ്മ ഇപ്പൊ ചുരിദാർ ഇട്ടിട്ട് പോകാനാണ് അമ്മ പ്രിഫർ ചെയ്യുന്നത്. കാരണം സാരി ഒക്കെ വലിച്ചു ചുറ്റണ്ടേ, അതിനേക്കാൾ എത്ര എളുപ്പമാണ് ഈ ചുരിദാർ. അത് നമ്മുടെ കംഫർട്ട് സോൺ ആണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഈസിലി മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അമ്മയ്ക്ക് അത്രത്തോളം ഒരു ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രഗിളോ ആ ഡ്രസ്സിന്റെ മേൽ വരുന്നില്ല. അപ്പൊ അമ്മ അത്രയും ഹാപ്പിയാണ് ആ സൈഡിൽ. ആ ഹാപ്പിനെസ് അല്ലേ അവിടെ കാണേണ്ടത്. അല്ലാതെ അമ്മ സാരി ചുറ്റിയില്ല എന്ന് ഞാൻ അമ്മോട് പറയുകയാണ്, അമ്മയ്ക്ക് ഇത്ര വയസ്സായില്ലേ, ഇനി സാരി ചുറ്റി നടന്നുകൊണ്ട് എനിക്ക് എന്റെ അമ്മോട് ചോദിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം ഏതൊരാൾക്കും സ്വന്തമായിട്ട് വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമ്മുടെ നിയമവ്യവസ്ഥ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നോക്കി നിന്ന് കഴിഞ്ഞാല് ഒരിക്കലും നാട് നന്നാകുമെന്നോ നമുക്ക് മറ്റുള്ളവർ നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നതെന്നോ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ഈ സ്കൂൾ യൂണിഫോമുകൾ, സ്കൂളുകളിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വേർതിരിവ്, ചില പാവപ്പെട്ട വീട്ടുകളിലെ കുട്ടികൾ ഉണ്ടായിരിക്കാം,
കുറച്ച് പണമുള്ള വീട്ടിലെ കുട്ടികളുണ്ടായിരിക്കാം. അപ്പൊ അവർ തമ്മിലുള്ള ഡ്രസ്സുകൾ കാരണം അവർ തമ്മിലൊരു അന്തരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി സ്കൂൾ യൂണിഫോമുകൾ കൊണ്ടുവന്നത്. അവിടെയും ആൺകുട്ടികൾക്ക് ഒരു യൂണിഫോം, പെൺകുട്ടികൾക്ക് ഒരു യൂണിഫോം എന്ന നിലയിലേക്കാണ് അത് വന്നുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് പിണറായി സർക്കാരിന്റെ കാലത്താണ് നമ്മൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരുപോലെ യൂണിഫോം ധരിക്കാം ഇതിലൊരു നിയമം അല്ലെങ്കിൽ നിയമമല്ല അങ്ങനെ ഒരു വാർത്ത വരുന്നതും അത് പ്രാബല്യത്തിലാകുന്നതും ഈ സമയത്ത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടികൾക്ക് ഈ പാവാട ധരിച്ചുകൊണ്ട് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതൊരു ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഓടാനും ചാടാനും കഴിയും എന്നതുകൊണ്ട് ആ ഒരു ഡ്രസ്സിലേക്ക് വന്നത്. പക്ഷെ അവിടെയും ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ പാവാടയും ഒപ്പം മാത്രമല്ല പ്രശ്നമുള്ളൂ, ഷോളുകൾ. ഈ ഷോളുകൾ ബസ്സിൽ കുരുങ്ങി എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പൊ അത്തരത്തിലുള്ള അതെ വണ്ടിയിൽ പോകുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സ്കൂളുകൾ കുറച്ചുകൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു മാറ്റം കൊണ്ടുവന്നതെങ്കിലും അതിൽ പറയുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെ ആകാൻ നോക്കുന്നു. എന്തുകൊണ്ടാണ് ചുരിദാർ ജെൻഡർ ന്യൂട്രൽ? ആൺകുട്ടികൾ ചുരിദാർ ഇടുന്നെങ്കിൽ ഇടട്ടെ, ആരെങ്കിലും അതിന് വേണ്ട എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അവരത് പ്രിഫർ ചെയ്യുന്നില്ല. പെൺകുട്ടികളെ സംബന്ധിച്ച് ജീൻസും ടോപ്പും അല്ലെങ്കിൽ ടോപ്പും പാൻസും എന്ന് പറയുന്ന ഒരു കോസ്റ്റ്യൂം കാലഘട്ടങ്ങളായിട്ടുള്ളതാണ്. അല്ലാതെ ഇപ്പൊ പൊട്ടിമുളച്ച് പുതിയ ഫാഷൻ അഡോപ്റ്റ് ചെയ്ത് വന്നതൊന്നുമല്ല. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു വാർത്ത കണ്ടിരുന്നു, ഒരു സ്കൂളാണ്, അവിടെ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇല്ല. പെൺകുട്ടികൾക്ക് ചുരിദാറും ആൺകുട്ടികൾക്ക് പാന്റും ഷർട്ടും തന്നെയാണ്. അതിലൊരു കുട്ടിക്ക് അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അവൾക്ക് ആ ഷോൾ ധരിക്കുന്നതിനോ കോട്ട് ഇടുന്നത് എനിക്ക് കൃത്യമായ ഷോളോ കോട്ടോ ആണ്, അതിൽ അവൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയി തോന്നിയപ്പോൾ ആ കുട്ടിയുടെ അമ്മ PTA സമീപിക്കുകയാണ്. എൻ്റെ മകൾക്ക് ഈ യൂണിഫോം കംഫർട്ടബിൾ അല്ല, അവളെ അത് ബോദർ ചെയ്യുന്നു. സോ അവൾക്ക് പാന്റും ഷർട്ടും ആൺകുട്ടികളുടെ യൂണിഫോമായ പാന്റും ഷർട്ടും ധരിക്കാനുള്ള സ്പേസ് അവിടെ കൊടുക്കണം. സ്കൂളുകാർ അതിനെ എതിർക്കുന്നു. ഈ അമ്മ കോടതിയിലേക്ക് പോകുന്നു. കോടതി കൃത്യമായി ഉത്തരവിറക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് കംഫർട്ടബിൾ ആയ വസ്ത്രം ആ കുട്ടിക്ക് ധരിക്കാം. സ്കൂളിൻ്റെതായ ഒരു യൂണിഫോം കോഡ് അതിനുണ്ട്. ആ ഡ്രസ്സിന്റെ കളറുകൾ അങ്ങനെയാണ്, പാറ്റേൺ അങ്ങനെയാണ്. പക്ഷെ ചുരിദാർ തന്നെ ധരിക്കണമെന്നില്ല. ഷർട്ടും ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരാളുടെ കംഫർട്ടബിലിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വസ്ത്രം ധരിക്കുന്നത് നാണം മറയ്ക്കുന്നതിനേക്കാൾ ഉപരി കംഫർട്ട്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് ഒരു കോൺഫിഡന്റ് ആയി നിൽക്കാൻ അല്ലെങ്കിൽ ഒരാൾക്ക് എന്താ പറയുക സമാധാനത്തോടെ ഇരിക്കാൻ അവരുടെ കംഫർട്ട്നെസ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നാണം മറയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലത്തായിരിക്കാം. ഇന്ന് നാണം മറയ്ക്കാൻ ഉപയോഗിക്കരുത് എന്നല്ല, അതിനേക്കാൾ ഇമ്പോർട്ടൻസ്. എന്തുകൊണ്ടാണ് നാണം മറയ്ക്കുന്നത്? അതും അവരുടെ കംഫർട്ട്നെസ് ആണ് അൾട്ടിമേറ്റ്ലി. അപ്പോ ഇത്തരത്തിൽ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വസ്ത്രങ്ങൾ ധരിക്കുന്നത്. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു കോൺഫിഡൻസ് വരുമെന്ന് നമുക്കൊരു ഉത്ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇതുകൂട്ടുള്ള ആളുകളൊക്കെ അവരെല്ലാം ഇന്റർനാഷണൽ ഡ്രസ്സുകളാണ് ധരിക്കുന്നത്. ഈ ഡ്രസ്സുകളൊക്കെ വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നോർമൽ ഡ്രസ്സുകളാണ്. അതെ, അവിടെ ആർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. സ്ത്രീകൾ ഇത്തരത്തിൽ ഡ്രസ്സുകൾ ധരിച്ച് നടക്കുമ്പോൾ ആരും അവിടെ ബോധേഡ് ആവുന്നില്ല. സ്ത്രീകൾ ഇവിടെ പലപ്പോഴും ബോധേഡ് ആവുന്നത് സ്ത്രീകളുടെ വസ്ത്രം കാണുമ്പോൾ സ്ത്രീകൾക്ക് തന്നെയാണ്. അതെ, അത് വേറൊരു വലിയൊരു കാര്യം. കാരണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരെ കൊണ്ട് സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുന്നു എന്നതിൽ കുറ്റം കണ്ടെത്താൻ സാധിക്കില്ല. ഇപ്പോഴും പെൺകുട്ടിക്ക് ജീൻസും ഇപ്പോഴും നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ജീൻസും ഷർട്ടും ധരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജീൻസും ടീഷർട്ടും ധരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ എന്താ പറയാ ക്രൂശിക്കപ്പെടുന്ന ഒരു വിഭാഗം തന്നെയാണ്. പക്ഷെ ഞാൻ അവർ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുന്നു. അവരതിൽ ഓക്കെയാണ്. അവരുടെ ഒരു രീതിയിലുള്ള എക്സ്പോസിങ് ഉണ്ടെന്ന് ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ശരീരഭാഗം കാണിക്കാൻ താല്പര്യമില്ല. അതല്ലെങ്കിൽ ഞാൻ അതിൽ ബോധോടായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാനത് കാണിക്കില്ല. നമ്മളത് ശ്രദ്ധിക്കുന്നതാണ്. അത് അവരുടെ തീരുമാനങ്ങളാണ്, അവരുടെ ശരീരമാണ്, അവരുടെ അവകാശങ്ങളാണ്. അതിനെ ആ രീതിക്ക് കണ്ടെടുക്കാൻ മനസ്സിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ്.